السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൻ്റെ റഹ്മത്ത് കൊണ്ട്, ഓൻ്റെ കാരുണ്യം കൊണ്ട്, ഓൻ്റെ കൃപ കൊണ്ട് നമ്മളെ ഓൻ്റെ ഉത്തമ അടിമകളിൽ, ഓൻ്റെ ഇബാദുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന പ്രശ്നങ്ങളും സകലമാന ബുദ്ധിമുട്ടുകളും പടച്ച റബ്ബ് അകറ്റിത്തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ, ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ, ഒരു കാര്യം എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞതാണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് മറ്റു പറയാൻ പോകുന്ന കാര്യങ്ങളും. എന്താണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളൊരു നിലക്കും രക്ഷപ്പെടില്ല. എപ്പോഴും നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളായിരിക്കും. അന്നില്ലെങ്കിൽ നമ്മൾ രോഗികളായിട്ട് കിടക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എപ്പോഴും രോഗം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർക്ക്, ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, അല്ലെങ്കിൽ നമ്മളുമായി അത്രയും ബന്ധപ്പെട്ട ആളുകൾക്ക് എപ്പോഴും ഓരോ അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എപ്പോഴും ഹോസ്പിറ്റൽ കേസ്. നമുക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പോകാൻ തോന്നുന്നില്ല, നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ അതിലെപ്പോഴും നഷ്ടം. ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള നഷ്ടങ്ങൾ, നാശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയൽ മാത്രമല്ല നമുക്ക് വേണ്ടത്, അതിനുള്ള പരിഹാരം കൂടെ നമ്മൾ ചെയ്യണമല്ലോ. ഈ പറയാൻ പോകുന്ന പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ഈ പറഞ്ഞ രീതിയിലുള്ള തടസ്സങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് മാറിക്കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. എന്താ അറിയോ? കണ്ണേറ് അറിയാത്തവരില്ലല്ലോ. ഇസ്വാബത്തുൽ ഐന് വളരെയധികം നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ്, പേടിക്കേണ്ട വിഷയമാണ്, മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്ന വിഷയമാണ് കണ്ണേറ് എന്നുള്ളത്. അള്ളാഹു കാക്കട്ടെ. അതുപോലെ സിഹർ, അതുപോലെ അസൂയ, നാവേറ്, ഇതൊക്കെ ശരിക്കും നമ്മളെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും, വല്ലാതെ എഫക്റ്റ് ചെയ്യും, വല്ലാത്ത അനന്തരഫലങ്ങൾ, ആഫ്റ്റർ റിസൾട്ട്സ് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. അള്ളാഹു കാക്കട്ടെ. മആദനല്ലാഹ് 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 ഇൻഷാ അല്ലാഹ്. എന്താണെങ്കിലും ഇതിൽ നിന്നുള്ള പരിഹാരം, കണ്ണേറ്, അസൂയ, നാവേറ്, അതുപോലെ തന്നെ സിഹർ, ഇതിനൊക്കെയുള്ളൊരു പരിഹാരം എന്താ അറിയോ? ആയത്തുൽ കുർസി. അറിയാത്തവരുണ്ടാവില്ലല്ലോ. ആയത്തുൽ കുർസി അറിയാത്തവരായിട്ട് ആരുമില്ല. മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും ഈ ആയത്തുൽ കുർസി നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്രയും നമ്മൾ പതിവാക്കിയാൽ, ഒരെണ്ണം ഏറെ ചൊല്ലാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അത്രത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പടച്ചോന് അതിൻ്റെ ഊരാക്കുടുക്കുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, ഉറപ്പാണ്. മനസ്സിലായില്ലേ? ആയത്തുൽ കുർസി വല്ലാത്ത പവറുള്ള ആയത്താണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്നത് അല്ലേ? എത്രയാണോ നമുക്ക് സാധിക്കുന്നത്, പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. 11 തവണ ചൊല്ലാൻ സാധിക്കുന്നവരുണ്ട്, ചിലപ്പോൾ 100 തവണ ചൊല്ലാൻ സാധിക്കുന്നവരുണ്ടാവും, 50 തവണ ചൊല്ലാൻ സാധിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ എത്രയാണോ കഴിയുന്നത് അത്രയും തവണ നമ്മൾ നിത്യമായിട്ട് ഈ നിയ്യത്തോടു കൂടെ, അസൂയ, കണ്ണേറ്, അതുപോലെ തന്നെ എന്താ പറയുക, സിഹർ, ഇതെന്നൊക്കെ രക്ഷപ്പെടണം എന്നുള്ള നിയ്യത്തോടു കൂടെ നമ്മൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ രക്ഷിക്കും, അള്ളാഹു നമ്മളെ കാക്കും, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മിലുണ്ടാകും. പിന്നെ നമ്മുടെ ശത്രുക്കൾക്കൊന്നും നമ്മളെ തൊടാൻ കഴിയൂല. ഇൻഷാ അല്ലാഹ് വഫഖനല്ലാഹ്. അള്ളാഹു നമ്മളെ ഇതുപോലത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാക്കട്ടെ. സാഹിരീങ്ങളുടെ സിഹിറിൽ നിന്ന്, മാക്കിരീങ്ങളുടെ മക്കറിൽ നിന്ന്, അതുപോലെ ഐനിങ്ങളുടെ ഐനിനെ തൊട്ട്, ലാലിമീങ്ങളുടെ ലുൽമിനെ തൊട്ട്, ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ട് എല്ലാം പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. ആമീൻ ആമീൻ. മആദനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.